Hi students, in this class we study about electromagnetic interference terminologies. So what are the electromagnetic interference terminologies? So terminologies വെച്ചാൽ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസിൽ പല വേർഡ്സ് ഉണ്ട്. ഒന്നാമതെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് റേഡിയേറ്റഡ് എമിഷൻ പറഞ്ഞാൽ എന്താണ്, കണ്ടക്റ്റഡ് എമിഷൻ പറഞ്ഞാൽ എന്താണ്, പിന്നെ അറ്റനുവേഷൻ എന്താണ്, അത് നമുക്ക് ആദ്യം നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് കോമൺ മോഡ് നോയ്സ് സിഗ്നൽ എന്താണ്, ട്രാൻസ്വേഴ്സ് മോഡ് നോയ്സ് സിഗ്നൽ എന്താണ്. അത് കഴിഞ്ഞിട്ടാണ് വരുന്നതാണ് നിങ്ങളുടെ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. അത് കഴിഞ്ഞിട്ട് വരുന്ന ബാൻഡ് വിഡ്ത്ത്, അത് കഴിഞ്ഞിട്ട് വരുന്ന ഫിൽട്ടർ, പിന്നെ ഷീൽഡിങ്. ഈ ബാൻഡ് വിഡ്ത്തിനെ നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ നിങ്ങൾ ഏത് ഉപയോഗിച്ചാൽ ഒരു ഡെസിബെൽ വെച്ചിട്ടാണ് നിങ്ങൾ ബാൻഡ് വിഡ്ത്ത് നോക്കുക. സോ അതുകൊണ്ട് നമ്മൾ ഡെസിബെൽസ് എന്താണ് മനസ്സിലാക്കാം. സോ ഇനി ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് റേഡിയേറ്റഡ് എമിഷൻ പറഞ്ഞാൽ എന്താണ്, പിന്നെ കണ്ടക്റ്റഡ് എമിഷൻ പറഞ്ഞാൽ എന്താണ്. സോ ഒരു റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആദ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുക? റേഡിയേഷൻ മീൻസ് ഈ സോളാർ റേഡിയേഷൻ അല്ലേ, സോളാർ റേഡിയേഷൻ. ഓക്കെ. സോ പിന്നെ കണ്ടക്റ്റഡ് എമിഷൻ പറയുമ്പോൾ കണ്ടക്ഷൻ ഈസ് ദ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ, ദ കറണ്ട് കണ്ടക്റ്റഡ് ത്രൂ എ കണ്ടക്ടർ അല്ലേ. സോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബേസിക്. സോ സോളാർ എമിഷൻ അതായത് റേഡിയേഷൻ ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ഒരു റേഡിയേറ്റഡ് എമിഷന് ഒരു മീഡിയം വേണം. അത് എയർ ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും അതിനൊരു മീഡിയം വേണം. സോ റേഡിയേറ്റഡ് എമിഷൻ മീൻസ് എ മെഷർ ഓഫ് ലെവൽ ഓഫ് EMI, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ്. ഒരു പർട്ടിക്കുലർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് എത്രമാത്രം എയറിലോ ഗ്യാസിലോ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ എന്താ പറയുക റേഡിയേറ്റഡ് എമിഷൻ എന്ന് ഇവിടെ പറയാം. അതായത് റേഡിയേറ്റഡ് എമിഷൻ വെച്ചാൽ രണ്ട് കണ്ടക്ടർ എടുക്കുക, ഒരു കണ്ടക്ടർ എ, കണ്ടക്ടർ ബി. കണ്ടക്ടർ എ കണ്ടക്ടർ ബിയും തമ്മിൽ ഒരു ഡിസ്റ്റൻസാണ് സി. ആ സി പറഞ്ഞ ഡിസ്റ്റൻസ് നിങ്ങൾ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു റേഡിയേറ്റഡ് എമിഷൻ കൂടും. റേഡിയേറ്റഡ് എമിഷൻ കൂടുമെന്ന് വെച്ചാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഫ്രം ദി എ കണ്ടക്ടർ ടു ദി ബി കണ്ടക്ടർ വിൽ ഇൻക്രീസ്. അതെങ്ങനെയാണ് ഞാനിവിടെ പറയാം. സോ ഇവിടെ നോക്കാം. സോ ഇവിടെയാണ് ഇതാണ് നിങ്ങളെ ഒരു പർട്ടിക്കുലർ കണ്ടക്ടർ. ഇതാണ് റേഡിയേറ്റഡ് എമിഷനും ഇതാണ് കണ്ടക്റ്റീവ് എമിഷനും, RE CE. സോ ഇത് ഒരു കണ്ടക്ടർ എ എന്നൊക്കെ കൺസിഡർ ചെയ്യുക. അതേപോലെ ഒരു കണ്ടക്ടർ ബി പറഞ്ഞിട്ടൊന്ന് കൺസിഡർ ചെയ്യുക. സോ കണ്ടക്ടർ ബി പറഞ്ഞ കൺസിഡർ ചെയ്യുക. ഇതാണ് അതിൻ്റെ സി പറഞ്ഞൊരു ഡിസ്റ്റൻസ്. ഇപ്പോൾ ഞാനിവിടെ ഇതൊരു ഫീൽഡ് ഫ്ലക്സ് ഇവിടെ ഞാൻ ഡ്രോ ചെയ്യുന്നു. സോ ഇത് ഫ്ലക്സ് നോക്കുക, ഫ്ലക്സ്. സോ ഈ സി പറഞ്ഞ ഡിസ്റ്റൻസ് ഞാൻ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, സി പറഞ്ഞ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റേഡിയേഷൻ അതായത് എയറിലുണ്ടാവുന്ന, ഇത് എയറാണ്, ഇതാണ് കണ്ടക്ടർ. ഈ എയറിലുണ്ടാവുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഇൻ്റർഫിയർ ചെയ്യും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഞാൻ കൂട്ടിയാലോ, ഈ ഡിസ്റ്റൻസ് കൂട്ടുവാണെങ്കിലോ, ഈ ഡിസ്റ്റൻസ് ഞാൻ കൂട്ടുവാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഡിസ്റ്റൻസ് ഞാൻ കൂട്ടി. സോ ഇത് എയറാണ്, ഈ ഡിസ്റ്റൻസ്. സോ ഇതൊരു കണ്ടക്ടറാണ്, ഇതും ഒരു കണ്ടക്ടറാണ്, ഇതും ഒരു കണ്ടക്ടറാണ്, ഇതൊരു കണ്ടക്ടറാണ്. അപ്പം ഈ ഒരു കണ്ടക്ടറിൽ ഒരു റേഡിയേഷൻസ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ്സ് ഇവിടെ ഉണ്ട്, ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ട്, ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ട്, അതേപോലെ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ട്, ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും അല്ലേ. സോ ഇത് ഒരിക്കലും ഇൻ്റർഫിയർ ചെയ്യുന്നില്ല, ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഒരു ഇൻ്റർഫിയർ ചെയ്യുന്നില്ല അല്ലേ. സോ ഇവിടെ നമുക്ക് എന്താ പറയുക, റേഡിയേറ്റഡ് എമിഷൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഇവിടെ ഇല്ല എന്ന് പറയാം. പക്ഷേ ഇവിടെ നോക്കുക, ഇവിടെ ഞാനിപ്പോൾ ഈ കണ്ടക്ടറിന് സൈഡിൽ ഇവിടെ കൊണ്ടുവന്നപ്പം ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്തു, ഗ്രാജുവലി ഇതുമായിട്ട് ഇൻ്റർഫിയർ ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം വെച്ചാൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഉണ്ട്. സോ അതാണ് റേഡിയേറ്റഡ് എമിഷൻ. റേഡിയേറ്റഡ് എമിഷൻ വെച്ചാൽ ഒരു പർട്ടിക്കുലർ മീഡിയം വേണം അതിന്. സോ ഇത് ഒരു കണ്ടക്ടറാണ്, പക്ഷേ ഇത് ഒരു എയറാണ്, ദിസ് ഈസ് എയർ. എയറിൽ എന്ത് ചെയ്തു, ഈ മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് എന്താ പറയുക, റേഡിയേറ്റഡ് എമിഷന് നമുക്ക് വോൾട്ട്സ് പെർ മീറ്റർ എന്ന് ഇവിടെ കാണിക്കാം. സോ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ വോൾട്ട് പെർ മീറ്റർ. അതായത് ഈ മീറ്റർ എപ്പോഴാണോ ഡിക്രീസ് ചെയ്യുന്നത് അപ്പം റേഡിയേറ്റഡ് എമിഷൻ ഇൻക്രീസ് ചെയ്യും. റേഡിയേറ്റഡ് എമിഷൻ വെച്ചാൽ ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുമ്പം, രണ്ട് കണ്ടക്ടർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുമ്പം അതിൻ്റെ റേഡിയേറ്റഡ് എമിഷന് കൂടും. രണ്ട് കണ്ടക്ടർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുവാണെങ്കിൽ റേഡിയേറ്റഡ് എമിഷന് ഡിക്രീസ് ചെയ്യും. അത്രയേ ഉള്ളൂ. വോൾട്ടേജ് വെച്ചാൽ അതിൻ്റെ അക്രോസില്ല വോൾട്ടേജാണ്. ഓക്കെ. ഇനി വരുന്നതെന്ന് വെച്ചാൽ കണ്ടക്റ്റീവ് എമിഷൻ.
കണ്ടക്റ്റീവ് എമിഷൻ. സോ ഇനി കണ്ടക്റ്റീവ് എമിഷന് അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സോ കണ്ടക്റ്റീവ് എമിഷൻ വെച്ചാൽ ഒരു കണ്ടക്ടർ എടുക്കുക. ആ കണ്ടക്ടറിലെ കൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ കണ്ടക്ടറിൽ കൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ കറണ്ട് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കണ്ടക്ടറിൽ ഈ ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു പർട്ടിക്കുലർ ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. RLC ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടാവും കണ്ടക്ടർ. അപ്പോൾ ഈ ഒരു RLC ലോഡ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തു? ഒരു പല ഹാർമോണിക്സ് ഇതിൽ ഇൻഡ്യൂസ് ചെയ്യും. ഹാർമോണിക് ഇൻഡ്യൂസ് ചെയ്യും. സോ ഈ ഒരു ഹാർമോണിക്സ് എന്ത് ചെയ്തു? ഇതിൻ്റെ ഡയറക്റ്റ് ഇത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആണെങ്കിൽ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ചിലപ്പോൾ 3, 4, 5, 8 ഫ്രീക്വൻസി. സോ 5th ഓർഡർ ഹാർമോണിക്സ് ഒക്കെ ആയിരിക്കും. അതൊക്കെ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചതാണ്. എന്താണ് ഈ ഹാർമോണിക്സും കാര്യങ്ങളൊക്കെയാണ്. സോ ഈ ഒരു ഹാർമോണിക്സ് ഏതിലെ കൂടെ കണ്ടക്ട് ചെയ്യും? കണ്ടക്ടറിലെ കൂടെ ഫ്ലോ ചെയ്യും. സോ ഇങ്ങനെ ഈ ഫ്ലോ ചെയ്യുന്ന ഈ ഒരു ഹാർമോണിക്സിന് ഒരിക്കലും ഒരു മീഡിയം വേണമെന്നില്ല. അതായത് എയറും ഗ്യാസൊന്നും വേണം. അതൊരു കണ്ടക്ടറിൽ കൂടെ തന്നെ ഫ്ലോ ചെയ്യും. അപ്പം ഈ കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് നിങ്ങൾക്കൊരു ഫിൽറ്റർ കണക്ട് ചെയ്യണം. ഇവിടെ നിങ്ങൾ ഒരു ഫിൽറ്റർ കണക്ട് ചെയ്യണം. ഈ ഒരു ഭാഗത്ത് ഒരു ഫിൽറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഒരു ഹാർമോണിക്സിനെ ഇതിലെ കൂടെ ട്രാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിടാൻ പറ്റും. സോ അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു കറണ്ട് മാത്രം ഇതിലെ കൂടെ ഫ്ലോ ചെയ്യും. സോ ഇങ്ങനെ ഈ കണ്ടക്ടറിൻ്റെ കണ്ടക്റ്റീവ് എമിഷൻ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ കണ്ടക്റ്റീവ് എമിഷൻ വെച്ചാൽ ഒരു കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ആണ്. പിന്നെ റേഡിയേറ്റഡ് എമിഷൻ വെച്ചാൽ ഒരു ഗ്യാഷ്യസോ എയറിലോ ഉണ്ടാവുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ആണ്. ഓക്കെ. സോ ഇതിനെ നിങ്ങൾ പറയാം മൈക്രോ വോൾട്ട് എന്ന് പറയും. സോ ദിസ് ഈസ് ഇൻ ടേംസ് ഓഫ് മൈക്രോ വോൾട്ട് ഓർ മില്ലി വോൾട്ട്. സോ ഇതിന് ഡിസ്റ്റൻസ്, രണ്ട് കണ്ടക്ടർ തമ്മിൽ ഡിസ്റ്റൻസ് കൂടുകയോ കുറയോ ചെയ്തതിനെ കൊണ്ട് ഒരു കാര്യമില്ല. കണ്ടക്റ്റീവ് എമിഷൻ നിങ്ങൾക്ക് ഡിക്രീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റേഴ്സ് കണക്ട് ചെയ്യണം. റേഡിയേറ്റഡ് എമിഷൻ ഡിക്രീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ കണക്ട് ചെയ്യേണ്ടത്? അതിൻ്റെ ഷീൽഡിങ് വേണം. ഷീൽഡിങ് വെച്ചാൽ ഇത് 2 കണ്ടക്ടർ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ഈ 2 കണ്ടക്ടർ ഉണ്ടാവും. സോ ഈ 2 കണ്ടക്ടറും തമ്മിലുള്ള ഒരു ഇൻ്റർഫറൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടക്ടർ ഇവിടെ ഉണ്ടാവും, മറ്റൊരു കണ്ടക്ടർ ഇവിടെ ഉണ്ടാവും. ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇത്ര ഉണ്ടാവും, ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇത്ര ഉണ്ടാവും. ഇത് ഇൻ്റർഫിയർ ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഒരു ഷീൽഡിങ് പ്രൊവൈഡ് ചെയ്യണം. ഇതിൻ്റെ കൂടെ ഷീൽഡിങ് പ്രൊവൈഡ് ചെയ്യണം. ഇങ്ങനെ ഷീൽഡിങ് എന്തെങ്കിലും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ കണ്ടക്ടറിന് ഉണ്ടാവുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഇതിനുണ്ടാവില്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻ്റർഫറൻസ് ഉണ്ടായ പാടെ തന്നെ ഇതൊരു എഡി കറണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. അത് ഇതുമായിട്ട് ക്യാൻസൽ ഔട്ട് ചെയ്യും. സോ അങ്ങനെ ഈ ഒരു കണ്ടക്ടറിനെ നമ്മൾ we can able to protect it from electromagnetic interference. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് നിന്ന് നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത് ഷീൽഡിങ് വേണം. ഷീൽഡിങ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് അവോയ്ഡ് ചെയ്യാൻ പറ്റും? റേഡിയേറ്റഡ് എമിഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഫിൽറ്റർ കൊണ്ട് നിങ്ങൾക്ക് കണ്ടക്റ്റീവ് എമിഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ അതാണ് നിങ്ങൾക്ക് റേഡിയേറ്റഡ് എമിഷൻ. റേഡിയേറ്റഡ് എമിഷൻ ഇസ് എ മെഷർ ഓഫ് ലെവൽ ഓഫ് EMI പ്രൊപ്പഗേറ്റഡ് ഇൻ ദി എയർ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഈ എയറിൽ എത്രമാത്രം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അതിനാണ് ഞങ്ങൾക്ക് പറയാം റേഡിയേറ്റഡ് എമിഷൻ. റേഡിയേറ്റഡ് എമിഷൻ റിക്വയർസ് എ കാരിയർ മീഡിയം സച്ച് ആസ് എയർ ഓർ അതർ ഗ്യാസസ് ആൻഡ് ഇസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ വോൾട്ട്സ് പെർ മീറ്റർ. Next one is conducted emission. Conducted emission is a measure of level of EMI propagated via a conducting medium. ഒരു കണ്ടക്റ്റീവ് മീഡിയ ത്രൂ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ആണ് കണ്ടക്റ്റീവ് എമിഷൻ. സച്ച് ആസ് പവർ, സിഗ്നൽസ്, ഗ്രൗണ്ട് വയർ. പവർ വയർ പറഞ്ഞാൽ ഫേസ് വയറും ന്യൂട്രൽ വയറും ഗ്രൗണ്ട് വയറും അതിലെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് ഒരു ഹാർമോണിക്സ് ഉണ്ടാവും. ആ ഹാർമോണിക്സ് ആണ് നിങ്ങളെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ആയിട്ട് വരുന്നത്. സോ കണ്ടക്ടഡ് എമിഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മില്ലി വോൾട്ട്സ് ആർ മൈക്രോ വോൾട്ട്സ്. നെക്സ്റ്റ് വൺ ആണ് അറ്റുനേഷൻ. അറ്റുനേഷൻ ഇസ് ദ റേഷ്യോ ബൈ വിച്ച് ദി അൺവാണ്ടഡ് നോയ്സ് സിഗ്നൽ ഉണ്ടല്ലോ, നോയ്സ് ഓഫ് സിഗ്നൽ ഇസ് റെഡ്യൂസ്ഡ് ഇൻ ആംപ്ലിറ്റ്യൂഡ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ ഡെസിബൽ. അതായത് അൺവാണ്ടഡ് സിഗ്നലും നോയ്സൊക്കെ എത്ര മാത്രം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ അറ്റുനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കോമൺ മോഡ് നോയ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് മോഡ് നോയ്സ്. സോ ഈ കോമൺ മോഡ് നോയ്സും ട്രാൻസ്വേഴ്സ് മോഡ് നോയ്സും പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നോക്കാം.
ഇവിടെ കോമൺ മോഡ് നോയ്സ് എന്ന് വെച്ചാൽ കോമൺ മോഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പലതരത്തിലുണ്ടാവും. ഒരു കോമൺ മോഡ് നോയ്സ് പറയുകയാണെങ്കിൽ ഒരു ഫേസ് കണ്ടക്ടർ എടുക്കുക, ഒരു ഫേസ് കണ്ടക്ടർ എടുക്കുക, ഒരു ഫേസ് കണ്ടക്ടറും പിന്നെ ഒരു ന്യൂട്രൽ കണ്ടക്ടറും പിന്നെ ഒരു എർത്ത് കണ്ടക്ടർ എടുക്കുക, സോ ഇതാണ് എർത്ത് കണ്ടക്ടർ. സോ ഈ ഫേസും ന്യൂട്രലും തമ്മിൽ ഉണ്ടാവുന്ന ഒരു കണ്ടക്ടറാണ് ഈ തമ്മിൽ ഉണ്ടാവുന്ന ഒരു നോയ്സാണ് നമുക്ക് എന്താ പറയുക, കോമൺ മോഡ് നോയ്സ് എന്ന് പറയാം. അല്ല നോർമൽ മോഡ് ഓർ ട്രാൻസ്വേഴ്സ് മോഡ് നോയ്സ്. ട്രാൻസ്വേഴ്സ് മോഡ് നോയ്സ് ഓർ നോർമൽ മോഡ് നോയ്സ്. ട്രാൻസ്വേഴ്സ് മോഡ് നോയ്സ് എന്ന് വെച്ചാൽ ഒരു സിഗ്നൽ ഉണ്ടാവും, ഒരു നോർമൽ സിഗ്നൽ ഉണ്ടാവും. ആ സിഗ്നലിനെ ചെറുതായിട്ട് ഒരു നോയ്സ് സിഗ്നൽ ആക്കുക, ഇങ്ങനെ നോയ്സ് സിഗ്നൽ വരുക. അതാണ് ഈ ട്രാൻസ്വേഴ്സ് മോഡ് നോയ്സ്. അത് ഫേസും ഒരു ന്യൂട്രൽ, ഇത് ഫേസ് ന്യൂട്രൽ എർത്ത് ഉണ്ടാവും. സോ എർത്ത് ഓർ ഇറ്റ് ഈസ് ഗ്രൗണ്ടിങ് എന്ന് പറയാം, ഗ്രൗണ്ടിങ് ഉണ്ടാവും. സോ ഗ്രൗണ്ടിങ് അതാണ് എന്താ പറയുക, ട്രാൻസ്വേഴ്സ് മോഡ് നോയ്സ് എന്ന് പറയാം. പിന്നെ അതേപോലെ നിങ്ങളുടെ ഈ കോമൺ മോഡ് നോയ്സ് എന്ന് വെച്ചാൽ ഇത് രണ്ടുണ്ടാവും. കോമൺ ആണ്, അത് രണ്ടിനുണ്ടാവും. ഫേസും ഗ്രൗണ്ടിനും ഉണ്ടാവും, ന്യൂട്രലും ഗ്രൗണ്ടിനും ഉണ്ടാവും. സോ ഇത് രണ്ടിനും അക്രോസിലെ വോൾട്ടേജിൻ്റെയും സിഗ്നലിലും നിങ്ങൾക്ക് നോയ്സ് സിഗ്നൽ പ്രസൻറ്റ് ചെയ്യും. ഇതിൻ്റെ സിഗ്നൽ നോർമൽ ആണെങ്കിൽ ഇതിൻ്റെ സിഗ്നലിലൂടെ നോയ്സ് സിഗ്നൽ ഉണ്ടാവും. സോ ഇതാണ് നിങ്ങളുടെ കോമൺ മോഡ് നോയ്സ്. കോമൺ മോഡ് നോയ്സിന് ഗ്രൗണ്ടിങ് വേണം. ട്രാൻസ്വേഴ്സ് മോഡ് നോയ്സിന് ഗ്രൗണ്ടിങ് വേണ്ട. ഇത് ഓർത്ത് വെക്കുക. കോമൺ മോഡ് നോയ്സിന് ഗ്രൗണ്ടിങ് വേണം, ട്രാൻസ്വേഴ്സ് മോഡ് നോയ്സിന് ഗ്രൗണ്ടിങ് വേണ്ട. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ ഒരു കേസ് എടുക്കുക, ഒരു കണ്ടക്ടർ എടുക്കുക. ഒരു കോമൺ മോഡ് നോയ്സിലെ സിഗ്നൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ വെച്ചാൽ, ഒരു കണ്ടക്ടർ എടുക്കുക, ഒരു സോഴ്സ് എടുത്തിട്ട് ഒരു കേബിൾ എടുക്കുക. കേബിളിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇത് ഫേസും ഇത് ന്യൂട്രലെന്ന് കൺസിഡർ ചെയ്യുക. ഇതൊരു ലോഡെന്ന് കൺസിഡർ ചെയ്യാം. അപ്പം ഇതിലെന്തെങ്കിലും ചെറിയ നോയ്സ് സിഗ്നൽ ഉണ്ടെങ്കിൽ ഞാൻ ഇത് കൺസിഡർ ചെയ്യാം. ചെറിയൊരു നോയ്സ് സിഗ്നൽ ഉണ്ടെങ്കിൽ അത് ഈ നോയ്സ് സിഗ്നൽ ലോഡുമായിട്ട് ഡയറക്റ്റായിട്ട് ഇവിടെ ഇൻ്റർഫിയർ ചെയ്യും. അത് വേറെ ഒരിക്കലും ഈ നോയ്സ് സിഗ്നൽ കൊണ്ട് പിന്നെയും ഈ നോയ്സ് സിഗ്നൽ ആംപ്ലിഫൈഡ് ആവില്ല. പക്ഷേ കോമൺ മോഡ് സിഗ്നൽ പറഞ്ഞാൽ അതെന്താണെന്ന് വെച്ചാൽ, കോമൺ മോഡ് സിഗ്നൽ നിങ്ങളുടെ ഇവിടെ ഗ്രൗണ്ടിങ് ചെയ്തിട്ടുണ്ടാവും. ഇത് രണ്ടിനും ഒരേ ഗ്രൗണ്ടിങ് ആയിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, ഈ ഒരു നോയ്സ് സിഗ്നൽ ഇത് ഡയറക്റ്റായിട്ട് ഇതിലേ കൂടെ ഫ്ലോ ചെയ്ത് പിന്നെ ഈ ഗ്രൗണ്ടിങ്ങിൽ കൂടെ വന്ന് പിന്നെ ഈ ഗ്രൗണ്ടിങ്ങിൽ ഈ നോയ്സ് സിഗ്നൽ പിന്നെ വരും. സോ ഇപ്പം വരുന്ന നോയ്സ് സിഗ്നൽ കുറച്ചും കൂടെ അഡ്വേഴ്സ് ആയിരിക്കും. ആദ്യം നിങ്ങൾക്ക് കിട്ടുന്നത് സൈൻ വേവ് ആയിരിക്കും, പിന്നെ അത് നോയ്സ് സിഗ്നൽ ആയിരിക്കും. പിന്നെ സെക്കൻഡ് വേവ് ഫോം നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെയും നോയ്സ് സിഗ്നലായിരിക്കും. സോ കോമൺ മോഡ് നോയ്സ് സിഗ്നൽ വളരെ സിവിയർ ആണ്. അതായത് ഈ ഗ്രൗണ്ടിങ്, ഫേസും ഗ്രൗണ്ടും പിന്നെ ന്യൂട്രലും ഗ്രൗണ്ടും അക്രോസ് ഉണ്ടാകുന്ന ഒരു നോയ്സ് സിഗ്നലാണ് കോമൺ മോഡ് നോയ്സ് സിഗ്നൽ. ഓക്കെ, സോ അത് എന്തുകൊണ്ട് വളരെ അഡ്വേഴ്സ് ആയിട്ടുള്ള നോയ്സ് സിഗ്നലാണ്. അത് യൂഷ്വലി ഉണ്ടാവുമെന്ന് വെച്ചാൽ സഡനായിട്ട് ലൈറ്റ്നിങ്ങോ പിന്നെ സർക്യൂട്ട് ബ്രേക്കർസോ എങ്ങനെ സഡനായിട്ട് ഓൺ ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് കോമൺ മോഡ് നോയ്സ് സിഗ്നൽ ഉണ്ടാവാം. ഓക്കെ, സോ ട്രാൻസ്വേഴ്സ് മോഡ് നോയ്സ് സിഗ്നൽ ഉണ്ടാകുന്നത് അത് നോർമൽ മോഡ് നോയ്സ് സിഗ്നലാണ്. അത് നോർമലി ഒരു മോട്ടോർ ഓൺ ചെയ്യുമ്പോഴോ ഒരു പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റ് ഇക്വിപ്മെൻറ്റ്സ് ഓൺ ചെയ്യുമ്പോഴോ ഇത് ഉണ്ടാവാറുണ്ട്, നോർമൽ മോഡ് നോയ്സ്. സോ കോമൺ മോഡ് നോയ്സിന് ഗ്രൗണ്ടിങ് വേണം. ഒരേ ഇക്വിപ്മെൻറ്റ്, അതായത് ഒരു ഇക്വിപ്മെൻറ്റ് സെയിം ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, അതായത് ഫോർ എക്സാമ്പിൾ ഒരു സ്വിച്ച് എടുക്കുക, ഒരു കോമൺ മോഡ് സ്വിച്ച് എടുക്കുക, ഒരു സ്വിച്ച് ബോർഡിൽ ഒരു പ്ലഗ് ഉണ്ട്, അതേപോലെ ഒരു പ്ലഗ് ഉണ്ട്. ഈ പ്ലഗിന് ഇത് രണ്ടിനും ഒരേ എർത്തിങ് ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ കണക്ട് ചെയ്യുന്നത് ഒരു ECG കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നിങ്ങൾ ബ്ലഡ് പ്രഷർ മോണിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇതൊരു കോമൺ മോഡ് നോയ്സ് സിഗ്നൽ വരും.
ഇതിനൊരു കോമൺ മോഡ് നോയ്സിന് വരും. കാര്യം വെച്ചാൽ ECGക്ക് സെപ്പറേറ്റ് എർത്തിങ് വേണ്ടതാണ്, ബ്ലഡ് പ്രഷർ മോണിറ്ററിനും സെപ്പറേറ്റ് എർത്തിങ് വേണ്ടതാണ്. അപ്പം ഇതിന് പേഷ്യൻറ്റിന് സിവിയറായിട്ട് ഇത് ബാധിക്കും. അതുകൊണ്ട് ഒരിക്കലും ഈ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിൽ ഇത് സെപ്പറേറ്റ് എർത്തിങ് ആണ് ഇവിടെ പ്രിഫർ ചെയ്യുക. സെപ്പറേറ്റ് എർത്തിങ് ആണ് പ്രിഫർ ചെയ്യുക. കോമൺ ആയിട്ട് ഒരിക്കലും എർത്തിങ് പ്രിഫർ ചെയ്യില്ല. കോമൺ എർത്തിങ് പ്രിഫർ ചെയ്ത് കഴിഞ്ഞാൽ കോമൺ മോഡ് നോയ്സ് കൂടും. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വെച്ചാൽ കോമൺ മോഡ് നോയ്സ് എന്താണെന്ന് പറഞ്ഞു. കോമൺ മോഡ് നോയ്സ് ഇസ് പ്രസൻറ്റ് ഈക്വലി ആൻഡ് ഇൻ ഫേസ് ഇൻ ഈച്ച് കറണ്ട് വയർ വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ട് പ്ലെയിൻ ഓർ സർക്യൂട്ട്. കോമൺ മോഡ് നോയ്സ് ക്യാൻ ബി കോസ്ഡ് ബൈ റേഡിയേറ്റഡ് എമിഷൻ ഫ്രം എ സോഴ്സ് ഓഫ് EMI. കോമൺ മോഡ് നോയ്സ് കൂടുതലും റേഡിയേറ്റഡ് എമിഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത്. കോമൺ മോഡ് നോയ്സ് ക്യാൻ ഓൾസോ കപ്പിൾ ഫ്രം ഓൾസോ വൺ സർക്യൂട്ട് ടു ദി അതർ ബൈ ഇൻഡക്റ്റീവ് ഓർ കപ്പാസിറ്റീവ് മീൻസ്. ലൈറ്റ്നിങ് ഡിസ്ചാർജ് മേ ഓൾസോ പ്രൊഡ്യൂസ് കോമൺ മോഡ് നോയ്സ് ഇൻ പവർ വയറിംഗ്. ലൈറ്റ്നിങ് ഡിസ്ചാർജ് കൊണ്ടും കോമൺ മോഡ് നോയ്സ് ഉണ്ടാവുക. പിന്നെ നെക്സ്റ്റ് വെച്ചാൽ ട്രാൻസ്വേഴ്സ് മോഡ് നോയ്സ് ആണ്. ട്രാൻസ്വേഴ്സ് മോഡ് നോയ്സ് ഇസ് പ്രസൻറ്റ് അക്രോസ് ദി power wires to the loads. The noise is referred to as from one power conductor to the other including the neutral wire. ഒരു പവർ കണ്ടക്ടറും ന്യൂട്രൽ വയറിൻ്റെ അക്രോസ് കിട്ടുന്ന സിഗ്നലാണ് ട്രാൻസ്വേഴ്സ് മോഡ് noise. The common mode and transverse mode noise. Transverse mode noise is produced due to the power system faults or disturbance. ഒരു പവർ സിസ്റ്റത്തിൻ്റെ ഫോൾട്ട്സോ ഒരു ഡിസ്റ്റർബൻസ് കൊണ്ടോ ഉണ്ടാകുന്ന ഒരു നോയ്സാണ് ട്രാൻസ്വേഴ്സ് മോഡ് നോയ്സ്. ആൻഡ് ദ ട്രാൻസ്വേഴ്സ് മോഡ് നോയ്സ് ക്യാൻ ഓൾസോ ബി ഡ്യൂ ടു ദി കൺവേർഷൻ ഓഫ് കോമൺ മോഡ് നോയ്സ്. സോ അത്രയൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ആക്കണം വേണ്ട. കോമൺ മോഡ് നോയ്സ് എന്ന് വെച്ചാൽ ഇത് ഒരു എർത്തും പിന്നെ ന്യൂട്രലും ഗ്രൗണ്ടും ന്യൂട്രലും ലൈനും ന്യൂട്രലും ഉണ്ടാകുന്നതാണ് കോമൺ മോഡ് നോയ്സ്. ട്രാൻസ്വേഴ്സ് മോഡ് നോയ്സ് എന്ന് വെച്ചാൽ ഒരു ലൈനും ന്യൂട്രലിൻ്റെ അക്രോസ് ഉണ്ടാകുന്നതാണ് ട്രാൻസ്വേഴ്സ് മോഡ് നോയ്സ്. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. അതായത് ഈ കോമൺ മോഡ് നോയ്സ് നമ്മളെങ്ങനെയാണ് റിജക്റ്റ് ചെയ്യുക. റിജക്റ്റ് ചെയ്യുക വെച്ചാൽ കോമൺ മോഡ് നോയ്സ് ഇല്ലാണ്ടാക്കുക. എങ്ങനെയാണ് കോമൺ മോഡ് നോയ്സ് ഇല്ലാണ്ടാക്കുന്നത്, അതാണ് നമ്മൾ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത്. കോമൺ മോഡ് rejection ratio is the ratio between common mode noise at the input of the power handling. So idana common mode noise at the input of the power handling to the transverse mode noise at the output of the device. So the transverse mode noise. So common mode noise at the input to the transverse mode noise at the output. The common mode noise is typically due to either coupling of the propagated noise from external source or stray ground potentials, and it affects the line and neutral wires of the circuits equally. So and ഇത് നോക്കുക, ഈ കോമൺ മോഡ് നോയ്സ് കൂടുതലും ലൈൻ വയറും ഗ്രൗണ്ടിങ്ങും ന്യൂട്രൽ വയറും ഗ്രൗണ്ടിങ്ങും കൊണ്ട് ഉണ്ടാകുന്നതാണ്. പിന്നെ ട്രാൻസ്വേഴ്സ് മോഡ് നോയ്സ് കൂടുതലും ഫേസും ന്യൂട്രലിൻ്റെ അക്രോസ് ഉണ്ടാകുന്നതാണ്. അതായത് കോമൺ മോഡ് നോയ്സ് ബൈ ട്രാൻസ്വേഴ്സ് മോഡ് നോയ്സ് ആണ്. കോമൺ മോഡ് നോയ്സ് ഇൻപുട്ട് ബൈ ട്രാൻസ്വേഴ്സ് മോഡ് നോയ്സ് അറ്റ് ദി ഔട്ട്പുട്ട്. അതാണ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ആയിട്ട് പറയാം. സോ CMRR is equal to 20 log. 20 log ഞാൻ നേരത്തെ പറഞ്ഞു എന്തിനാണ് 20 log എടുക്കുക. 20 log എടുക്കുന്നത് വെച്ചാൽ വോൾട്ടേജ് ആണെങ്കിൽ 20 log എടുക്കും, പവർ ആണെങ്കിൽ 10 log എടുക്കും. സോ ഇൻപുട്ട് ഞങ്ങൾക്ക് 1000 ആണ് കിട്ടുന്നത്, ഔട്ട്പുട്ട് 10 ആണ് കിട്ടുക. അപ്പോൾ 20 log 1000/10 നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും 40 dB ആണ് ഇവിടെ കിട്ടുക. ഓക്കെ. സോ നേരത്തെ പറഞ്ഞ പോലെ ഇതാ V1/V2, 20 log V1/V2. So 1 volt is equal to 1000 millivolt. 1000 millivolt ആയിട്ടും ഇതിവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും. സോ അതാണ് ഇവിടെ 10 millivolt. സോ നെക്സ്റ്റ് വൺ ഈസ് കോമൺ മോഡ് നോയ്സ് എന്താണെന്ന്. സോ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് വെച്ചാൽ അത് കോമൺ മോഡ് നോയ്സ് അറ്റ് ദി ഇൻപുട്ട് ബൈ ദി ട്രാൻസ്വേഴ്സ് മോഡ് നോയ്സ് അറ്റ് ദി ഔട്ട്പുട്ട്. അങ്ങനെയാണ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്താണെന്ന് പറയാം. ഓക്കെ, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് കോമൺ മോഡ് നോയ്സ്, വാട്ട് ഈസ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, വാട്ട് ഈസ് ട്രാൻസ്വേഴ്സ് മോഡ് നോയ്സ്. ഓക്കെ, അപ്പോൾ ശരി. സോ നെക്സ്റ്റ് നമുക്ക് ബാൻഡ് വിഡ്ത്ത് എന്താ നോക്കാം. ബാൻഡ് വിഡ്ത്ത് കോമൺലി റെഫേഴ്സ് ടു ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി. A bandwidth of 300 Hz to 3 kHz to 300 is assigned as a radio broadcast and marine
for marine communication. Any filter intended to the filter out the noise due to the source of must be designed for particular bandwidth. Bandwidth എന്ന് വെച്ചിട്ട് രണ്ട് ഫ്രീക്വൻസിൻ്റെ അക്രോസ് ഉണ്ടാവുന്ന ഒരു വിഡ്ത്താണ് ബാൻഡ്വിഡ്ത്ത്. നെക്സ്റ്റ് ഫിൽട്ടർ കൺസിസ്റ്റ് ഓഫ് പാസീവ് കോമ്പണൻറ്റ് RLC ഒക്കെ ഉണ്ടാവുന്നതാണ് ഫിൽട്ടേഴ്സ് ടു ഡൈവേർട്ട് ദി നോയ്സ് അവേ ഫ്രം ദി സസെപ്റ്റബിൾ ഇക്വിപ്മെൻറ്റ്സ്. സസെപ്റ്റബിൾ ഇക്വിപ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ ഏത് ഇക്വിപ്മെൻ്റാണോ ഫാൾട്ട് ഉണ്ടാവാൻ ചാൻസുള്ള ഇക്വിപ്മെൻറ്റ് നമുക്ക് എന്താ പറയുക സസെപ്റ്റബിൾ ഇക്വിപ്മെൻറ്റ്. സോ ഫാൾട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഇക്വിപ്മെൻറ്റ്, അതായത് നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഒരു ഫേസ് വയർ നിങ്ങൾ കൈകൊണ്ട് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷോക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഷോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ആരാ? യു ആർ സസെപ്റ്റബിൾ. സോ സസെപ്റ്റബിൾ പേഴ്സൺ ആയി മാറി നിങ്ങൾ അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ഫേസ് വയറിന്ന് ദൂരെ ആക്കണം. സോ അതാണ് ഫിൽട്ടർ എന്ത് ചെയ്യും? ഫിൽട്ടർ ഈ ഒരു ഫാൾട്ട്, അതായത് ഈ ഒരു ഹാർമോണിക്സിനെ, ഈ ഒരു നോയ്സ് സിഗ്നലിനെ എന്ത് ചെയ്യും? അത് ഒരു കണ്ടക്ടറിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് പാസ് ചെയ്യും. സോ മേ ബി അപ്ലൈഡ് ദി സോഴ്സ് നോയ്സ് ടു പ്രിവെൻറ്റ് ദി നോയ്സ് പ്രൊപ്പഗേഷൻ ടു ദി ലോഡ് present in the system. Filter may also be applied to the load to protect the specific piece of equipment. ഒരു particular equipment പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നോയ്സ് സിഗ്നലിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിൽട്ടർ ഉപയോഗിക്കുക. The choice of the type of the filter will depend upon the location of the noise. So either you can locate the noise at the load or at the source. Shielding. Next വരുന്നതാണ് ഷീൽഡിംഗ്. A metal enclosure or surface intended to prevent noise from interacting with susceptible equipments. So ഷീൽഡിംഗ് ഞാൻ പറഞ്ഞു തന്നു. ആദ്യം റേഡിയേറ്റഡ് എമിഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഷീൽഡിംഗ് എന്താകും വെച്ചാൽ അതിൻ്റെ മുകളിൽ ഒരു കോപ്പറോ ഒരു അലുമിനിയം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ ഷീൽഡ് ചെയ്യുമ്പോൾ ആ ഒരു കണ്ടക്ടർ, ഒരു ഇക്വിപ്മെൻറ്റിനെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫിയറൻസ് നിന്ന് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഇത് ഷീൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഏതെങ്കിലും ഇക്വിപ്മെൻറ്റിന് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫിയറൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഇക്വിപ്മെൻറ്റിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷീൽഡിംഗ് ഉപയോഗിക്കുക.